എല്ലാം സെറ്റാക്കി നമ്മൾ വണ്ടിയായിട്ട് ടെസ്റ്റിന് പോയപ്പം MBD പോലീസുകാരൻ്റെ മുന്നിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഗൈസ് ടെസ്റ്റിന് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ അണ്ടർ ബോഡി പെയിൻ്റ് അടിച്ച് സർവീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതും കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് പെയിൻ്റ് അടിക്കുന്ന വർക്ക്ഷോപ്പിലോട്ടാണ്. കുറച്ച് പെയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. മൊത്തം പെയിൻ്റ് അടിച്ചേക്കുകയാണ്. ഇത് കണ്ട പെയിൻ്റ് അടിക്കാൻ വേണ്ടി എല്ലാം ചുരണ്ടി പുട്ടിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെയിൻ്റ് അടിച്ചിറക്കണമല്ലേ, പുലിക്കുട്ടിയായിട്ട് തന്നെ നമ്മൾ തിരിച്ചിറക്കുന്നതായിരിക്കും. അപ്പം ഞാൻ എല്ലാ ദിവസവും കറങ്ങി പണിയുന്നിടത്തൊക്കെ പോകാറുണ്ട്. പാച്ച് വർക്കിൻ്റെ സ്ഥലത്താണെങ്കിലും പെയിൻ്റ് അടിക്കുന്ന സ്ഥലത്താണെങ്കിലും. നമ്മൾ പെയിൻ്റ് അടിച്ച് നേരെ മറ്റേ വയറിങ്ങൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടി വയറിങ് ചെയ്യുന്ന നമ്മുടെ ആലപ്പുഴ പഴവീടുള്ളൊരു വർക്ക്ഷോപ്പുണ്ട്. അങ്ങോട്ട് കൊണ്ടുവന്നേക്കോ. വലുതായിട്ടൊന്നുമില്ല, ചെറിയ അവിടെ ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ വന്നത്, ഇപ്പം സ്ട്രിക്റ്റ് ആണല്ലോ, അപ്പോൾ റിഫ്ലക്ടർ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കണം. ബാക്കിൽ റെഡും സൈഡിൽ യെല്ലോ ഫ്രണ്ടിൽ വെള്ള. അത് കഴിഞ്ഞ് നേരെ മറ്റേ വാഹന പുക പരിശോധന ഉണ്ടല്ലോ, അവിടെ പുക ടെസ്റ്റ് ചെയ്ത പേപ്പർ എടുക്കാൻ വേണ്ടി വന്നതാണ്. കണ്ട വണ്ടി പിന്നെ ചെറിയൊരു അപ്പോൾസറിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒട്ടിച്ച് നേരെ ഗ്രൗണ്ടിലോട്ട്. ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളെ വണ്ടിയുടെ ടെസ്റ്റാണ്. അപ്പോൾ പെട്ടെന്ന് രാവിലെ ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് വീട്ടിൽ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതെ 3 ഓട്ടോ കിടപ്പുണ്ട്. ആ നടുക്ക് കിടക്കുന്ന ഓട്ടോയാണ് നമ്മുടേത്. പിന്നെ പുറകിലൊക്കെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അപ്പോൾ ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്. പിന്നെ ഒരേ വണ്ടികൾ ഇങ്ങനെ വരും ഓരോ ടെസ്റ്റിൻ്റെ. ഇനി കുറച്ച് എന്തായാലും കഴിയുമ്പോൾ കാണിക്കാം എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങളൊന്നും. അതേ നമ്മുടെ പേപ്പർ വന്നിട്ടുണ്ട് ടെസ്റ്റിനുള്ളത്. അപ്പോൾ നമുക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്ന സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഓരോ വണ്ടികളായിട്ട് വിളിക്കുന്ന സമയത്ത് എൻ്റെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകാണ്ട് വന്നു. അങ്ങനെ ബാറ്ററിയുടെ ഒരു സെല്ലെന്താണ് പോയതാണ്. അങ്ങനെ ഞാൻ നേരെ വർക്ക്ഷോപ്പിലോട്ട് പോയി പുതിയ ബാറ്ററിയൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് ഇതേ പുതിയ ബാറ്ററി വെക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഞാൻ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിലോട്ട് ഓടാൻ വന്നിരിക്കുകയാണ്. ഇതേ നമ്മുടെ വണ്ടി വന്നപ്പോൾ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ ഞാൻ വന്ന് പുറകെ നിർത്തിയത് പാടേ വേറെ 2 വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ സ്റ്റാൻഡിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു ഈ കളർ വണ്ടി. ബാക്കിയെല്ലാം ഈ പച്ചയും മഞ്ഞയും ബ്രസീലിൻ്റെ വണ്ടിയാണ് ഈ സ്റ്റാൻഡിൽ മൊത്തം. മറ്റേ മോഹൻലാലിൻ്റെ ഫിഗറൊക്കെ ചെയ്യുന്ന നമ്മളെ സ്റ്റാൻഡിൽ ചേട്ടനാണ്. ഈ നാടകങ്ങൾക്കൊക്കെ പോകുന്നത് ലാലണ്ണൻ്റെ ഫിഗറൊക്കെ ചെയ്യുന്ന കണ്ട കറക്റ്റ് മോഹൻലാലിന്റെ കണക്ക് പോകുന്നില്ലേ. ഞാൻ അന്ന് മറ്റേ 1300 രൂപ ഓടിയതിനു ശേഷം വണ്ടി കട്ടപ്പുറത്തായിരുന്നു. ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇനി ഓരോരോ വീഡിയോസ് ഒക്കെ ഇടും. കാശിന്റെ പരമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഇടുന്നില്ല. എല്ലാവരും എന്നോട് അതാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇന്ന് ഭയങ്കര പോസ്റ്റ് ആയിരുന്നു. രാവിലെ തൊട്ടേ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നത്. നമ്മളെ വണ്ടി മൊത്തം സെറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട്. കണ്ട നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. കണ്ട ഈറ്റ് സ്ലീപ്പ് ഡ്രൈവ് റിപ്പീറ്റ്. കണ്ട അടിപൊളി ആക്കിയിട്ടുണ്ട് വണ്ടി. പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പൻ. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ വീട്ടില് ചോറ് കഴിക്കാൻ വന്നിട്ടുണ്ട്. വീട്ടില് കൊഴുവക്കറിയും ഇത് അമരക്കാത്തോരൻ, നാരങ്ങ അച്ചാർ. വീട്ടിലെ കഥകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഭയങ്കര വെയിൽ. അതുകൊണ്ട് കഥകളൊക്കെ അടച്ചിട്ട് ഫ്ലാഷ് ഇട്ടിട്ട് ചോറ് ചെയ്യുകയാണ്. രാവിലെ ടെസ്റ്റിന് പോയപ്പോൾ ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ നേരെ സ്റ്റാൻഡിലോട്ട് പോയി. സ്റ്റാൻഡിൽ പോയി കുറച്ച് ഓട്ടോ ഓടി നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി വന്നു. കഴിച്ചിട്ടില്ല. അപ്പോൾ ഓട്ടോയുടെ ഫ്രണ്ടിൽ ചെറിയൊരു മാറ്റൊക്കെ ഇടാൻ പറ്റും. ബർക്കത്ത് നമ്മുടെ അൽത്താഫിന്റെ ബർക്കത്തില്ല മാറ്റൊക്കെയാണ്. നിങ്ങൾ രണ്ടുപേരും ടൈമിങ് പോയി കേട്ടാ. നമ്മുടെ വൈശ്ശേരിയിലുള്ള അൽത്താഫിക്കയുടെ മാറ്റയുടെയിലാണ് വന്നിരിക്കുന്നത്. മാനേജർ കം മുതലാളി കം. നമ്മുടെ ഓട്ടോക്കകത്തിന് ഇരിക്കുന്ന സെറ്റ് ആയിട്ടിരിക്കും. സെറ്റായില്ലേ? ഇടുക്കിടക്കും ഈ മാറ്റ് വിട്ടിട്ടുണ്ട്. ഞാൻ ഈ ബ്ലാക്ക് മാറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മള് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായി പോയി.
കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് ചെയ്യാനാണ്. അപ്പൊ അതേ ഓട്ടോ എല്ലാം കഴിഞ്ഞ് നമ്മളെന്നും ചെയ്യുന്നത് പോലെ അതേ എച്ചായിട്ട് നേരെ വണ്ടി എടുത്ത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ചായയും കുടിച്ച് നമ്മൾ അതിൻ്റെ ഇടക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മള് എല്ലാം എടുക്കുന്നത് കണക്ക് ഇന്ന് എന്തോ ടെസ്റ്റിന്റെ ഇടയിലൊക്കെ പെട്ടു ഭയങ്കര കുറെ പണി ഉണ്ടായിരുന്നു വണ്ടിക്കകത്ത്. അങ്ങനെ കുറെ കാശൊക്കെ കയ്യിൽ നിന്ന് ഇറങ്ങി. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റേ 1300 രൂപയുടെ വീഡിയോ ഇട്ടപ്പോ എന്നെ എന്തോരം പേര് വന്നിട്ട് കുറെ പറഞ്ഞെന്നറിയോ, നീ എന്തിനാണ് ആ വീഡിയോ ഇട്ടത്, അങ്ങനത്തെ വീഡിയോ ഒന്നും ഇടരുത്, എന്താന്ന് വെച്ചാൽ നന്നാകരുതെന്ന് വിചാരിക്കുന്നതും കുറെ പേരുണ്ട്, പിന്നെ നല്ലത് പറഞ്ഞു തരുന്നതും കുറെ പേരുണ്ട്. ഞാൻ ആരെയും എടുത്തു പറയുന്നതല്ല, ഇനി അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ഞാൻ ഇനി ചെയ്യുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് പറയാൻ പറ്റത്തില്ല. എങ്ങാനും 5000 രൂപ കിട്ടി കഴിഞ്ഞാൽ പിന്നെ 5 വർഷത്തേക്ക് ഞാൻ പൊങ്ങത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി പൈസ പരമായിട്ടുള്ള വീഡിയോസ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നേരെ ജോലി എടുക്കുക, പോകുന്ന ഇങ്ങനെയുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ വണ്ടിക്കകത്ത് അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. ഒരു 10-30 രൂപയൊക്കെ അടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ടെസ്റ്റിനൊക്കെ പോയപ്പോൾ കുറച്ച് പോസ്റ്റൊക്കെ കിട്ടി. ടെസ്റ്റിൻ്റെ സമയത്ത് വണ്ടി സ്റ്റാർട്ടായില്ല, അങ്ങനെ കുറച്ച് വള്ളികളൊക്കെ കിട്ടി. പിന്നെ പുതിയ ബാറ്ററിയൊക്കെ മേടിച്ച് വെച്ച് ഇപ്പോൾ എല്ലാം സെറ്റായി ഓടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഡെയിലി ഓരോ കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സെറ്റാക്കി നമ്മൾ വണ്ടിയായിട്ട് ടെസ്റ്റിന് പോയപ്പം MBD പോലീസുകാരൻ്റെ മുന്നിൽ വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പം എല്ലാവർക്കും അങ്ങനെ കുറെ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാവരും പറഞ്ഞു അങ്ങനെയാണ്, എല്ലാം സെറ്റാക്കി വന്നാലും ഒന്നില്ലെങ്കിൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യത്തില്ല, ലൈറ്റ് വർക്ക് ചെയ്യത്തില്ല, വണ്ടി സ്റ്റാർട്ടാകത്തില്ല. പിന്നെ അതൊന്നും ഞാൻ എടുത്തില്ല. ഞാൻ അങ്ങനെ ശരിക്കും ചെറിയതായിട്ടൊന്ന് ഇതായി പോയി. പിന്നെ എന്തോ എൻ്റെ ഒരു അവസ്ഥ കണ്ട് പോലീസുകാരൻ എന്നെ ഒന്നും പറഞ്ഞില്ല. എന്താന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞ ബാറ്ററി ഡൗൺ ആയി, കുഴപ്പമില്ല, വണ്ടി ഞാൻ വേറെ വന്നായിരുന്നു, ഇക്കാടെ വണ്ടിയുടെ ബാറ്ററി വെച്ച് അത് സ്റ്റാർട്ടാക്കി, ടെസ്റ്റ് പാസ്സായി. പിന്നെ നേരെ ബാറ്ററി കടയിലോട്ട് പോയി. ബാറ്ററിന്റെ ഞാൻ ക്ലിപ്പൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട് ഞാൻ ബാറ്ററി വെക്കുന്നതൊക്കെ പുതിയ. അപ്പൊ ഇനി കൂടുതലായിട്ടൊന്നും പറയാനൊന്നും ഇല്ല. ഇന്നും ഭയങ്കര ടയർഡാണ്, ടെസ്റ്റും കാര്യങ്ങളുടെ ഒക്കെ പുറത്തേക്ക് പോയതുകൊണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റിന് പോയിട്ട് ഇങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് തീർച്ചയായിട്ടും ചെയ്യണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റോഡിൽ വെച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സംഭവിക്കുന്നതെല്ലാം നല്ലതിന് വേണ്ടി കരുതുക. അപ്പൊ അല്ല, നമ്മൾ ഇത്രയൊക്കെ പണി ചെയ്ത് ഇങ്ങനെ ടെസ്റ്റിന് വേണ്ടി പോയപ്പം അവിടെ വെച്ച് ഇങ്ങനെ ഒരു പണി കിട്ടിയപ്പം ചെറിയൊരു വിഷമം തോന്നി. 3-4 ദിവസമായിട്ട് വണ്ടീന്റെ പുറകില പെയിന്റ് അടിയും കാര്യങ്ങളും അങ്ങനെ കുറെ കാര്യങ്ങളും എല്ലാം പണി ചെയ്ത് നമ്മൾ ടിപ്പ് ടോപ്പായിട്ട് ടെസ്റ്റിന് പോയപ്പോൾ അവിടെ നിന്ന് ഒരിത് കുഴപ്പമൊന്നുമില്ല, വണ്ടിയൊക്കെ പക്കാണ്. ഇനി ഡെയിലി ഓടിയെല്ലാം സെറ്റാക്കി എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനി നല്ല കാഴ്ചകളൊക്കെ ഞാൻ അറിയിക്കാം. എന്നും ഒത്തിരി എൻ്റെ കൂടെ നിപ്പുണ്ട്. എല്ലാവരും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം എന്നെ കുറ്റം പറയുന്നവരുണ്ട്, നല്ല പറയുന്നവരും. എനിക്ക് പ്രത്യേകിച്ച് ആരോടും ദേഷ്യം വൈരാഗ്യമൊന്നുമില്ല. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ തെറ്റായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, പറയത്തേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ. ബൈ ബൈ. ഒന്നും പറയാനില്ല.